വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് നമ്മൾ ധനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. കാരണം ധനമന്ത്രി പക്ഷേ നമ്മൾ അന്വേഷണം നടക്കും അല്ലേ, തെറ്റായ കാര്യങ്ങളാണ് അന്വേഷണം നടക്കുമെന്ന രീതിയിൽ അദ്ദേഹം ഒന്ന് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ ആ മൃദു സമീപനത്തിന് ഒരു മാറ്റവും ഇല്ലാത്തൊരു മറുപടിയാണ്. ആ പേരുകൾ അതൊരു രഹസ്യമായി തന്നെ അവശേഷിക്കുന്നതായിരിക്കും അല്ലേ, കൂടുതൽ ഒരു വെളിപ്പെടുത്തലിലേക്കൊന്നും ഇനി പോകാൻ ഇടയില്ല എന്ന് തോന്നുന്നു അല്ലേ ഹരി? ുള്ള പ്രതികരണങ്ങളും മറ്റും നടപടികളും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ പേര് വിവരങ്ങൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ആ പേര് വിവരങ്ങൾ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ അന്വേഷണം നടക്കും, നടപടി ഉണ്ടാകുമെന്ന് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ ഈ പേര് വിവരങ്ങൾ ഇത് ആരൊക്കെയാണ് അനർഹ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പല സർക്കാർ ഉദ്യോഗസ്ഥരും ചോദിക്കുന്നുണ്ട്. അതായത് ഈ പേരുകൾ പുറത്തു വിടാതിരുന്നാൽ എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തില്ലേ എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അതിനുത്തരമാണ് സർക്കാർ നൽകേണ്ടത്. കാരണം ഈ പേര് വിവരങ്ങൾ പുറത്തു വിടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താണ്, ഇനി പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിനെപ്പറ്റിയും പറയേണ്ടത് സർക്കാർ തന്നെയാണ്. നിലവിലെ ഒരു സ്ഥിതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർഡിൽ, കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ മാത്രം പരിശോധന നടത്തിയപ്പോഴാണ് അതിൽ 92% പേരും അനർഹരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംസ്ഥാന വ്യാപകമായി ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല അത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പരിശോധനയിലേക്ക് കടക്കുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ അനർഹരെ മാത്രം നമ്മൾ പറയുമ്പോൾ ഈ അനർഹരെ തിരികെ കയറ്റിയത് ആരൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ആർക്കൊക്കെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള, അവർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടി എടുക്കും, അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കോട്ടക്കൽ നഗരസഭയിൽ മാത്രമാണ്. ബാക്കിയുള്ളിടത്തുള്ള അന്വേഷണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഏത് തരത്തിലായിരിക്കും? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, ധനവകുപ്പിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അന്വേഷണം, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന് ഒരു യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ വിളിച്ചേക്കും. കൂടുതൽ അന്വേഷണം എങ്ങനെയായിരിക്കും എന്നറിയാം. എന്തായാലും സർക്കാർ ഉറപ്പിച്ചു പറയുന്നു, ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ്. അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. ഹരി സൂചിപ്പിച്ച പോലെ, അതായത് ഈ അനർഹരെ ആര് തിരികെ കയറ്റി എന്നുള്ളത് നമുക്കറിയണം. അതുപോലെ തന്നെ ഈ അനർഹരെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചതാരാണ്, ഇപ്പോഴും ഈ പേരുകൾ പുറത്തുവിടാൻ എന്തുകൊണ്ട് ഭയം, അല്ലെങ്കിൽ എന്തുകൊണ്ട് മടിക്കുന്നു? കോട്ടക്കൽ നഗരസഭ അധ്യക്ഷ പറഞ്ഞത് ഇത് ഓരോ ഘട്ടം തിരിച്ച് ആണ് ഇതിന്റെ ലിസ്റ്റ് വരുന്നത്, അത് ഉറപ്പാണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇതൊക്കെ കണ്ടിട്ട് അതാണ് ഏറ്റവും രസം. 42 പേരിൽ 38 പേര്, അതാണ് ഈ 92% പേരും അനർഹരാകുന്നു എന്നതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ക്രമക്കേടാണോ എന്ന് സംശയം. നമുക്ക് അരുൺ കൂടി പറയും മലപ്പുറത്തെ സാഹചര്യം. കോട്ടക്കൽ നഗരസഭ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, എന്താണ് നിലവിൽ മലപ്പുറത്തെ സാഹചര്യം? എന്താണ് അത്? 38 പേരിൽ ഒതുങ്ങാനുള്ള ഒരു സാധ്യതയാണോ? 42 ഉണ്ട് അവിടെയും നമ്പർ. എന്താണ് വിവരങ്ങൾ? അക്ഷയ് ദേവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ റിപ്പോർട്ട് വന്നതിൻ്റെ ഒരു പകർപ്പ്, ഈ റിപ്പോർട്ട് ഇന്നലെ നഗരസഭയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരാണ് അനർഹർ, എങ്ങനെ ഈ അനർഹരെ ഈ പട്ടികയിലേക്ക് വന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ നഗരസഭയിലാണ്. ഇന്നലെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കോട്ടക്കൽ നഗരസഭയിൽ എത്തിയപ്പോൾ ഈ നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് 2021 ധനകാര്യ വകുപ്പിൻ്റെ അന്വേഷണ വിഭാഗത്തിന് മുന്നിലേക്ക് ഇത്രയൊരു പരാതി വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് ഈ നഗരസഭയോട് റിപ്പോർട്ട് തേടിയിരുന്നു. അതിൽ 63 പേരുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ 28 പേര് അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമാനമായ സംഭവം കോട്ടക്കൽ നഗരസഭയിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു വീഴ്ച ആരോപിച്ചുകൊണ്ട് തന്നെയാണ് നഗരസഭ അതിനെ നേരിട്ടത്. എന്തായാലും നഗരസഭ അതിൽ വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലാകുന്നു എന്ന കാര്യത്തിൽ എന്തായാലും നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്നലെ യൂത്ത് ലീഗ് ഒരു മാർച്ചൊക്കെ നടത്തിയിരുന്നു. അത് UDF ഭരിക്കുന്ന നഗരസഭയാണ്. അവിടെ യൂത്ത് ലീഗ് മാർച്ചിൻ്റെ ലക്ഷ്യം എന്നത് അത് ഉദ്യോഗസ്ഥതല വീഴ്ച ആരോപിച്ചുകൊണ്ടാണ്. അപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് ഇനി ആ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ഈ റിപ്പോർട്ടിൽ പ്രകാരം ആരൊക്കെയാണ് അനർഹരാണെന്ന് കണ്ടെത്തണം. അതിൽ വ്യക്തമായ വിശദമായ ഒരു അന്വേഷണം വേണം. അത് നഗരസഭ വ്യക്തമാക്കിയിരുന്നു. 5400 പേർ കോട്ടക്കൽ നഗരസഭയിലെ ഈ 38 വാർഡുകളിലായി പെൻഷൻ പറ്റുന്നവരുണ്ട്. ഇവരിലെല്ലാം പരിശോധന നടത്തും, അനർഹരെ കണ്ടെത്തും എന്നുള്ള കാര്യം നഗരസഭ വ്യക്തമാക്കി. ആ തരത്തിലൊരു നടപടികളിലേക്ക് നഗരസഭ ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരേണ്ടതുണ്ട്. ആരെന്ന കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. നഗരസഭയുടെ ഒരു മിനിറ്റ് അരുണെ ഒന്ന് തുടരുക. അരുൺ, എന്തെങ്കിലും വിവരം ലഭ്യമാകുന്നുണ്ടോ? ആരാണത് എന്നതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ? പറയും. അരുൺ, കേൾക്കാൻ കഴിഞ്ഞത്
അരുൺ കേൾക്കാമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BMW ഉടമകൾ പോലും ഈ പട്ടികയിൽ ഉണ്ട് എന്നതാണ്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ അടിയിൽ ഒരു കമന്റ് മാപ്ര എന്ന് നമ്മളെ പരിഹസിച്ച് പറയെങ്കിലും ഒറ്റയാൾ പറഞ്ഞത് അത് എണ്ണ അടിക്കാൻ കൊടുക്കുന്ന പണമാണ് മാപ്ര എന്നൊരാൾ കമന്റ് ഇട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. BMW എണ്ണ അടിക്കുന്നവൻ അതാരാണ്? അക്ഷയ ദിവിഷ്, നമ്മൾ അതിൽ ഇന്നലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഒരു വിവരം പുറത്തു വന്നപ്പോൾ റിപ്പോർട്ട് എന്തായാലും ഈ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതായ രീതിയിൽ നമ്മൾ ഈ ഒരു അന്വേഷണം നടത്തി 7-ാം വാർഡിൽ പോയി നമ്മൾ ഈ BMW ഉടമസ്ഥർ എന്ന് പറയുന്ന അവരെ നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ആളുടെ മകൻ്റെയും മരുമകളുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അവരിവിടെ ഇല്ല, അവർ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഒപ്പം തന്നെ ഈ രണ്ടുപേരും കാശിക്ക് തീർത്ഥാടനത്തിന് പോയതാണ്. അവരുടെ വീട് എന്ന് പറയുന്നത് ഓടുമേഞ്ഞിട്ടുള്ള ഒരു സാധാരണ വീട് കൂടിയായതായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നഗരസഭ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യം ഈ റിപ്പോർട്ട് പ്രധാനമായും ഈ ആരാണ് അനർഹർ എന്ന റിപ്പോർട്ട് നഗരസഭയ്ക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ അവർക്ക് ആ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ 5400 പേരാണ് ഈ നഗരസഭയിലാകെ ഈ പെൻഷൻ പറ്റുന്നത്. ഇവരെയൊക്കെ കേന്ദ്രീകരിച്ച് 38 വാർഡുകളിലും ഒരു പരിശോധന നടത്തും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നഗരസഭയെ സംബന്ധിച്ച് നഗരസഭയ്ക്ക് നേരെ വന്നിരിക്കുന്ന ഒരു ആരോപണമായി തന്നെ ഇതിനെ കാണണം. വലിയ രീതിയിൽ കോട്ടക്കൽ നഗരസഭയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ ഇന്നലെ വാർഡ് കൗൺസിലറും വ്യക്തമാക്കിയത് ആ കാര്യമാണ്. ഇത്തരത്തിൽ ഒരു കാര്യം ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിവരങ്ങൾ അവർ പോലും അറിയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ധനകാര്യ വകുപ്പ് കൃത്യമായി റിപ്പോർട്ട് കൈമാറേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പരിശോധന നടത്തേണ്ടതുണ്ട്. നഗരസഭയുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരാണ് ഈ 38 പേർ അനർഹർ എന്ന് അതിവേഗത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ BMW ഉൾപ്പെടെയുള്ള കാര്യമാണ്. ഇപ്പോൾ AC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ അനർഹരാവുന്ന ശരി അരുൺ.